ഹായ്, ശാന്തി സ്പെഷ്യലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോക്കനട്ട് റൈസാണ്. അതിനോടൊപ്പം തന്നെ കോക്കനട്ടിൻ്റെ ഒരു സാലഡ്. വളരെ ഈസി ആയിട്ടും വളരെ സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാവുന്ന ഒരു കോമ്പിനേഷനാണിത്. ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള കാശ്മീരി ഗ്രീൻ ചിക്കനാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് പോയി കാണണം. നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം. നമുക്കിനിയും കോക്കനട്ട് റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ ഒരു ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ കഴുകി കുതിർത്ത് 15 മിനിറ്റായി നാരങ്ങ നീര് ഒഴിച്ച് കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ചൂടായ കുക്കറിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് മൂത്ത് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് തേങ്ങ പൂളിയത് വറക്കാനുണ്ട്. അത് നമുക്ക് ഗാർണിഷ് ചെയ്യാനാണ്. നമുക്ക് ഇത് കോരാം. ഇതിലേക്ക് 2 കഷ്ണം പട്ട, ചെറിയ കഷ്ണം മതി, 1 ഗ്ലാസ് അരിയല്ല ഉള്ളൂ. ഒരു 4 ഗ്രാമ്പു, 2 ഏലക്ക നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് 2 പച്ചമുളക്, എരി ഉള്ളതാണെങ്കിൽ 1 മതി, ചതച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയും ആ പച്ച ചുവ ഒന്ന് വഴണ്ട് വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞതാണ്. ഇത് സവാള വഴണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി, ബ്രൗൺ ആകരുത്, കളർ വ്യത്യാസവും വരരുത്. അങ്ങനെ സവാളയായി ഇതിലേക്ക് നമുക്ക് ഈ അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അരി നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്യാം. അരി ഒന്ന് ഫ്രൈ ആയി. അരി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി. ഇത് ഈ ഒരു ഗ്ലാസ്സിനകത്തായിരുന്നല്ലോ ഞാൻ അരി എടുത്തത് അളവ്. ഞാൻ ഇതിന് 1.5 ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. തേങ്ങാപ്പാൽ ഇച്ചിരി കട്ടിയുള്ളത് എടുത്താൽ മതി. 1-ാം പാലോ 2-ാം പാലൊന്നൊന്നുമില്ല. അരമുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിളച്ചു. നമുക്കിത് കുക്കർ അടയ്ക്കാം. ഇനിയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കുക്കർ അടച്ചു കഴിഞ്ഞ് ഞാനിതിനകത്ത് വിസിൽ വെച്ചിട്ടില്ല, വെയിറ്റ് വെച്ചിട്ടില്ല, ഫുള്ളിൽ തീ കൊടുക്കുവാണ്. എന്നിട്ട് നല്ലപോലെ ഇതിനകത്ത് സ്റ്റീം വന്നതിന് ശേഷം നമുക്ക് സ്റ്റീം ഇങ്ങനെ വരുന്നത് നല്ലപോലെ കണ്ടു കഴിയുമ്പോൾ വിസിലിട്ട് കൊടുക്കാം. നോക്കാം നമുക്ക്. ആവി നല്ലപോലെ വന്നു. ആവി വന്നപ്പോഴത്തേന് നമുക്ക് ഈ വെയിറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ സ്റ്റൗ നമുക്ക് സിമ്മിലാക്കി വെക്കാം. നമ്മൾ സ്റ്റൗ സിമ്മാക്കി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4 to 5 മിനിറ്റ്സ് നമ്മൾ വാച്ചിൽ നോക്കിയിട്ട് ഇത് ഓഫ് ചെയ്യണം. വിസിൽ വരാൻ നോക്കണ്ട. 5 മിനിറ്റായി. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. കുക്കർ തണുത്തു. നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. നല്ലതായിട്ട് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തേക്കാം. ഒന്നാന്തരം കോക്കനട്ട് റൈസ് തയ്യാറായി. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി കോക്കനട്ട് റൈസ് തയ്യാറായി. നമുക്കിനിയും കോക്കനട്ടിൻ്റെ ഒരു സാലഡ് ഉണ്ടാക്കാം. ഈ കോക്കനട്ട് റൈസിൻ്റെ കോമ്പിനേഷനാണ്. അത് എളുപ്പം ഉണ്ടാക്കാൻ ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാൻ ഒരു വലിയ ഉള്ളി, സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്. തേങ്ങയുടെ കറുത്ത ഭാഗം ഒട്ടും വരരുത്, വെളുത്ത ഭാഗം മാത്രം.
നമുക്കിനി ആവശ്യത്തിന് തൈരാണ് വേണ്ടത്. തൈര് നല്ലവണ്ണം വേണം. തൈര് മുഴുവനും നമുക്ക് ഒഴിക്കാം. 1 കപ്പോളം തൈരുണ്ടായിരുന്നു. നല്ലപോലെ തൈര് ഒഴിച്ചു. നല്ല കട്ട തൈര് വേണം ഒഴിക്കാനായിട്ട്, പുളിയില്ലാത്ത. അതുപോലെ നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർക്കാം. നമുക്ക് അല്പം മല്ലിയില വിതറി കൊടുക്കാം. നമ്മുടെ സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കോക്കനട്ട് റൈസ് റെഡിയായി. അതിൻ്റെ കോമ്പിനേഷനായ സാലഡ്, കോക്കനട്ട് സാലഡ് റെഡിയായി. അതോടൊപ്പം ഞങ്ങൾ കോക്കനട്ട് റൈസിൻ്റെ കൂടെ കഴിക്കാൻ എടുക്കുന്നത് ചിക്കനാണ്. ഈ ചിക്കൻ കാശ്മീരി ഗ്രീൻ ചിക്കനാണ്. ഇത് ഈ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് കാണാത്തവർ കാണുക. ഇത് പെട്ടെന്ന് നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന, വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കോമ്പിനേഷനാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.